ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വലിപ്പമുള്ള മത്തി കിട്ടിയിട്ടുണ്ട്. ഈയിടെ എന്ന് പറഞ്ഞാൽ ഒരു വർഷമെങ്കിലും ആയി കാണുമായിരിക്കും. എപ്പോഴും എവിടെ നോക്കിയാലും കുഞ്ഞമത്തിയായിരുന്നു. 1 കിലോ 100-നും 1.5 കിലോ 100-നായിട്ട് ഇത് കൂടെ എപ്പോഴും കുഞ്ഞമത്തിയായിരുന്നു കേട്ടോ. കുഞ്ഞമത്തീനെ കൂടെ തോറ്റായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വലിപ്പമുള്ള മത്തി കണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മത്തി മേടിച്ചതായിരുന്നു. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല ഞാൻ ചേർക്കും. വെളുത്തുള്ളിയും ചെറിയുള്ളി പേസ്റ്റും കൂടെ ഞാൻ ചേർക്കാറുള്ളൂ. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് അടി പിടിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് മസാല തേച്ചിട്ട് മീൻ മാറ്റി വെച്ചു കേട്ടോ. ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിന് ഒഴിച്ചു കറി വേണം. എനിക്കങ്ങനെ ഒഴിച്ചു കറി ഇങ്ങനെ സാമ്പാർ ഉണ്ടെങ്കിൽ കൂട്ടും എന്നല്ലാണ്ട് എനിക്ക് നിർബന്ധമല്ല. അപ്പോൾ അന്ന് വിഷ്ണുവേട്ടന് കുറച്ച് ദിവസമായിട്ട് ഇവിടെ എല്ലാം വറക്കുക. അപ്പോൾ ഉപ്പേരി മീൻ വറുത്തതൊക്കെ ഇട്ടിട്ടാണ് ഞാനിന്ന് ചോറ് കഴിക്കണേ. അപ്പോൾ നമുക്ക് ഉപ്പേരിക്കും പീച്ചിങ് ആയിരുന്നു. ഇതിന് വേറെ എവിടെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പീച്ചിങ് എന്നിട്ട് പറയും. എനിക്കും വിഷ്ണുവിനൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അധികം വേവൊന്നുമില്ല. പിന്നെ ചിലവർ വഴുതനങ്ങയ്ക്ക് കുറച്ച് വലുപ്പത്തിൽ അരിയില്ല, അതുപോലെ തരിയാറുണ്ട്. ഞാൻ ഇതേപോലെ കനം കുറച്ച് നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ അപ്പോൾ അവിടെ കിടന്നാകുമ്പോഴേക്ക് പെട്ടെന്ന് ഉപ്പേരിയാവും, അധികം വേവില്ലാത്തതല്ലേ. അപ്പോൾ അങ്ങനെ മീനും തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിനും മീൻ വറക്കണതാണ് ഇഷ്ടം. കറിയത്തെ മീനിനേക്കാളും വറുത്ത മീനോടാണ് കേട്ടോ താല്പര്യം. അപ്പോൾ അങ്ങനെ മീനൊക്കെ വറക്കാൻ വെച്ച് പിന്നെ ഉപ്പേരിക്ക് എണ്ണ ചൂടായി വന്നപ്പോൾ കടുകും സബോള അരിഞ്ഞതും ഒരു പച്ചമുളകും എരിവുള്ളതായിരുന്നു. അപ്പോൾ ഒരു പച്ചമുളകും കൂടെ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മളെ പീച്ചിങ്ങയും കൂടെ പിഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൽ വെള്ളം ഉണ്ടാവും. ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഞെക്കി ഒന്ന് പിഴിഞ്ഞിട്ടിടണം. നമ്മളെ വഴുതനങ്ങ കിട്ടില്ല, അതേപോലെ ഇട്ടിടണം. കാരണം അത് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പീച്ചിങ്ങി അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ടു കേട്ടോ. കുറച്ച് ഉപ്പന്നെ ഇട്ടുള്ളൂ. കാരണം അത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ഉപ്പേരി. ശകല മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കാൻ വെച്ച്. കണ്ടില്ല, ഇതിൽ വെള്ളം നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പീച്ചിങ് ഉപ്പേരി അടുപ്പത്തായി, മറ്റടുപ്പത്ത് നമ്മളെ മീൻ വറുത്തതും കൂടെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആയപ്പോൾ എല്ലാം പാടെ ചൂടായിരുന്നു. ചോറും ഉപ്പേരി മീൻ വറുത്തതൊക്കെ ചൂടായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ചോറും വിളമ്പി, അതേപോലെ കുറച്ചധികം ഉപ്പേരി മീൻ വറുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. 2 മീൻ വറുത്തതും. ഇപ്പം മാങ്ങ സീസൺ ആണുള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ മാങ്ങച്ചാറുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് മാങ്ങച്ചാറും കൂടെ എടുത്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കായിരുന്നു. ഇന്ന് കിങ്ങിണി ഉണ്ടായിരുന്നില്ല, വിഷ്ണുവിനും ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. ആരെങ്കിലും ഉള്ളപ്പോഴാണ് രസം. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എനിക്ക് വലിയ സുഖം തോന്നാറില്ല. എന്നാലും ഉച്ചയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുതേ.